ഞാൻ എന്നും ഒറ്റയ്ക്കായിരുന്നോ? എടോ വേണ്ട, എനിക്കെല്ലാം അറിയാം. അനിയത്തിയുടെ ജോലിക്കാര്യത്തിന് വേണ്ടിയാണ് പറയുന്നെങ്കിൽ ഇങ്ങനെയൊന്നും വേണ്ടട്ടോ. അത് ഞാൻ വേറെ കമ്പനിയിൽ ശരിയാക്കിയിട്ടുണ്ട്. താൻ എവിടെ വർക്ക് ചെയ്യുന്നത് പോലെ എനിക്ക് അറിഞ്ഞൂടാ. ഞാനൊരു ഫാഷൻ ഡിസൈനറാ, വർക്ക് ഫ്രം ഹോം. ഓ, എന്റെ മനസ്സിലൊന്നും വെക്കാൻ പറ്റാത്തോണ്ട് ചോദിക്കുക. എന്റെ ഒപ്പം കൂടാനാണോ ഉദ്ദേശം? എന്താ കുഴിയല്? ഇന്നും മഴക്കാവില്ലേ? ഞാനായിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കില്ല. എന്നാലും എനിക്ക് പേടിയാ. അതെന്താ? ഒരേ ബെഡ് കിടക്കുമ്പോ സ്ഥലം പോരാന്നും പറഞ്ഞ് എന്നെ തള്ളി മറിച്ചിട്ടാലോ? ഇപ്പൊ ഓടുന്നു. മനു, നമസ്കാരം. എന്താ വൈകിയേ? റോഡ് ഡീറ്റോർ ഉണ്ടായിരുന്നു. ഇയാളെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. ഞാൻ അച്ഛനെ കണ്ടിട്ടുണ്ട്. ഇരിക്കേ. ഞാനന്ന് ലിഫ്റ്റില്. ഇനി ചായ കുടിച്ചിട്ടാവല്ലേ? അല്ല, നമ്മളെവിടെയാ കണ്ടത്? അതന്ന് ഫ്ലാറ്റ് പൊളിച്ചില്ലേ, അപ്പൊ അച്ഛനെ ന്യൂസിലൊക്കെ കാണിച്ചില്ലേ? അത് മനു കണ്ടിട്ടുണ്ട്. അത് മോൻ കണ്ടാർന്നോ? ഇല്ലേ? അല്ല, ഇതൊരു പെണ്ണ് കാണൽ ചടങ്ങായിട്ട് കൂട്ടിക്കൂടെ നമുക്ക്? കൂപ്പിട്ടാ? അല്ല, എനിക്ക് നേരെ പോന്നുള്ളൂ, അതുകൊണ്ട് ചോദിച്ചോളൂ. ഇതൊരു വിവാഹ നിശ്ചയ ചടങ്ങായി കരുതുന്നതിലും വിരോധമൊന്നുമില്ല. അതന്നെ ഇപ്പൊ ഞാനും പറഞ്ഞതേ. പെണ്ണിനും ചെറുക്കനും ഇനി എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ ആവാം. ഹലോ, നിങ്ങള്, ഞാനിപ്പോ അടുത്ത വീട്ടിലാ, നിങ്ങൾ ഇങ്ങോട്ട് പോന്നോളൂ കേട്ടോ. അതെ. ഇതല്ലേ നിങ്ങളെ കാണാതായ മോൻ? ഓ അതെ, ഇത് തന്നെ എന്റെ മോൻ. വാടാ ഇങ്ങോട്ട്. അതെ, ഞങ്ങൾ കോഫി ഷോപ്പിൽ നിൽക്കുവായിരുന്നേ. അപ്പൊ കൊച്ചിതെ ഇങ്ങനെ പിടിച്ചു. കുട്ടി കിട്ടിയതല്ലേ? ഒരു മിനിറ്റ് കേട്ടോ, ഒന്നും വരുമോ? ഇത് ചേട്ടനാ? പറഞ്ഞാ മതി. ചേട്ടാ, ഞങ്ങളുണ്ടല്ലോ കോഫി ഷോപ്പിൽ നിൽക്കുമ്പോണ്ടല്ലോ ഒരു മിനിറ്റ്. കുട്ടിയെ കിട്ടിയ കഥയല്ലേ? എനിക്കറിയാം. വാട്സാപ്പല്ലേ? വാട്സാപ്പിൽ നമുക്ക് പുറത്തുനിന്നിട്ട് വിശദമായിട്ടോ. കേരളത്തിൽ ഒരുവിധം എല്ലാ മേജർ സ്നാക്സും നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. നമസ്കാരം. ഇവിടെ കേരളീയന്റെ ഗോഡൌണിലെ കൂടുതലും വേറെ ബ്രാൻഡ്സ് ആണല്ലോ. അതിന്റെ പിന്നെ നാട്ടിൽ നിന്ന് നല്ല നല്ല സാധനങ്ങൾ ഇവിടെ കൊണ്ടുവന്നിട്ട് ഞങ്ങളുടെ ഒരു പാക്കറ്റിലിട്ട് ഞങ്ങളുടെ ബ്രാൻഡ് ആക്കി വെക്കല ഇവിടുത്തെ മെയിൻ പരിപാടി അല്ലേ സാർ? വേഗം വാ. അവനുദ്ദേശിച്ച പഴംപൊരിയും പരിപ്പാടിയും പോലെയുള്ള സ്പെഷ്യൽ സാധനങ്ങൾ മാത്രമാണ് നമ്മൾ പുറത്തുനിന്ന് എടുക്കൂ. താങ്ക് യു. കഴിക്കൂ. വേണോ? വേണ്ട വേണ്ട. അന്റെ കല്യാണം കഴിഞ്ഞാ ഞാൻ ഫ്ലാറ്റിൽ ഒറ്റക്കാവൂലേ? നിനക്കിവിടെ ഒന്നും എന്തായാലും ഇവിടെ ഒരാൾ വേണമെന്ന് ഞാൻ വിചാരിച്ചോണ്ടിരിക്കുന്നു. എന്താടാ? അജാസേ, ഞാൻ ജോലി വിട്ട് നാട്ടിൽ പോവാടാ. ജോലി വിട്ട് നാട്ടിൽ പോവേ? എനിക്ക് എന്ത് മണ്ടത്താടോ പറയുന്നത്? അതിന് മാത്രം ഇവിടെ എന്താ ഉണ്ടായത്? അവള് പോയടാ. ആരടാ? എന്റെ വീട് സാബിറ. ഞാൻ കല്യാണ നിശ്ചയത്തിന് അവൾക്ക് വാങ്ങിച്ചു കൊടുത്ത ഫോണില്ലേ, അതായിട്ട് അവള് ചാറ്റ് ചെയ്ത് ഒരുത്തന്റെ ഒപ്പം പോയി. രവീനെ പോലുള്ള ഞരമ്പ് രോഗികളുണ്ടല്ലോ, അവരാടാ പ്രശ്നക്കാര്. മനു, ഒരു പെണ്ണ് ശരിയല്ലടാ. സാഹചര്യം കിട്ടിക്കഴിഞ്ഞാൽ ഇവരെല്ലാവരും നമ്മളെ പറ്റിക്കും. നമ്മൾ ആണുങ്ങളടാ പൊട്ടന്മാര്. എടാ,
എടാ, മനു, എടാ മനു, എന്താടാ ഓഫീസിൽ വരാഞ്ഞ്? ഒന്നുമില്ല. ഇതാരാ? ആ സുധി, ഇത് നമ്മളെ പോളേട്ടന്റെ സ്പേസിലേക്ക് വന്ന്. ആ സുധിയുടെ വീട് എവിടെയാ? ആ തൃശ്ശൂര്. ഓ, തൃശ്ശൂർ. ഞാനിവിടെ സ്റ്റുഡന്റ് വിസയിൽ പഠിക്കാൻ വന്നേക്കാ. ഇവിടെ തൊട്ടടുത്തൊരു പിസ്സ ഷോപ്പിൽ ജോലി ചെയ്യാൻ വന്നേക്കാ. സുധി ഇവനെ അറിയില്ലേ? അറിയപ്പെടുന്ന ഒരു കലാകാരനാട്ടോ. പിന്നെ മനോട്ടന്റെ പോലെ സ്റ്റുഡന്റ് വിസയിൽ വന്ന് സ്വന്തമായിട്ട് ഒരു കമ്പനി ഉണ്ടാക്കി വലിയൊരു കലാകാരനാവണമെന്നാണ് എന്റെ ഒരു ആഗ്രഹം. ഓ ഇരിക്കേ സുധി, നീ ഒന്ന് പറഞ്ഞേ. വാ ഇരിക്കേ, ചോദിക്കട്ടെ. സുധി എല്ലാരും പരിചയപ്പെട്ടാ? ആ ഓ ഇല്ലില്ല, ഒരാൾ വെച്ച് മൂപ്പര് ഫുൾ ടൈം ഫോണിലാ. ആ അയാളെ പരിചയപ്പെട്ടില്ലല്ലേ? അയാളെ പരിചയപ്പെടണ്ട, അതാണ് ബ്ലൂടൂത്ത് രവി. അല്ല മനു, നമ്മളൊരു പുതിയ നാട്ടിലേക്ക് വരുമ്പോ ഒരുപാട് റോങ് ഇൻഫ്ലുവൻസ് ഉണ്ടാവും. അവരെയൊക്കെ നമ്മൾ ഒഴിവാക്കുന്നതാ നല്ലത്. ഞാൻ കാര്യങ്ങൾ പറഞ്ഞുതരാം. എന്തുണ്ടെങ്കിലും വിളിച്ചോളും, എന്ത് സഹായം വേണമെങ്കിലും. മനുവേട്ടാ വാ പറയട്ടെ. സുധിക്ക് അഭിനയിക്കാൻ ഇഷ്ടമാണോ? പിന്നെ ആഹാ. അജാസേ ഒന്ന് നമ്മുടെ നാടകത്തെ കുറിച്ച് പറഞ്ഞാലോ? ആ ഒരു കലാകാരനെ കിട്ടിയിട്ട് എങ്ങനെ പറയാതിരിക്കുക അല്ലേ? തീർച്ചയായും പറയണം. എന്താടാ മുണ്ടല്ലാതെ എടുക്കണ്ടേ? ദേതാടെ പൂച്ച കണ്ണാലുണ്ടായ കുട്ടിയാ. ആ കാലം അങ്ങനെയൊക്കെ അല്ലേ. എടാ മനു, ഈ മൊബൈൽ വന്നപ്പോ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടായത്? എല്ലാത്തിനും ഉണ്ടോ അതിന്റേതായുള്ള ഗുണം ദോഷവും. ആ പണ്ടൊക്കെ ഒരു ചെങ്ങായി ഒരു പെണ്ണിനെ പ്രണയിച്ചിട്ടുണ്ടെങ്കിൽ അതോളോട് പറയണമെങ്കിൽ എത്ര കാലം എടുക്കുന്നറിയോ? ഇപ്പൊ അതൊക്കെ വിരൽത്തുമ്പിലല്ലേ. നേരിട്ട് പറയാൻ മടിക്കുന്നതൊക്കെ ഒരു മെസ്സേജിലൂടെ അയക്കാൻ ഒരു ധൈര്യല്ലേ? എന്നാൽ ഈ രവിനെ പോലുള്ള ആൾക്കാരെ ചൂണ്ടൽ ഈ പെണ്ണുകളെ കുടുങ്ങണെന്ന് എനിക്ക് മനസ്സിലാവാത്ത. യഥാർത്ഥ സ്നേഹം കിട്ടാത്ത പെണ്ണുങ്ങളാണ് അജാസെ ഇത്തരം കോളുകൾക്ക് ഉത്തരം കൊടുക്കുന്നത്. ഒരു ഉപാധിയില്ലാതെ ആത്മാർത്ഥമായി നിഷ്കളങ്കമായി സ്നേഹം കിട്ടുന്ന ഒരു പെണ്ണും വേലി ചാടില്ല. ആലോചിച്ചിട്ട് പേടിയാണ്. എന്താ? എനിക്ക് പഠിച്ചോൻ തീരുമാനിച്ച പെണ്ണിപ്പോ എവിടേക്കു? അനക്ക് നല്ല ചിരി. എടാ മീയന്റെ അച്ഛന് വയ്യാണ്ടിരിക്കല്ലേ, ഈ എന്താ പോത്ത്? ഞാൻ പോണോ? ഇങ്ങനത്തെ സമയത്താണ് അഭിനയിച്ച് തകർക്കേണ്ടത്. ആ പെണ്ണിന്റെ പ്രീതി പിടിച്ചു പറ്റണോ? അങ്ങനെയാണ് നീയുമ്പോ? അതിന് എനിക്ക് അഭിനയിക്കാൻ അറിയില്ലോ. ആ അത് ശരിയാ. അങ്ങനെയാണെങ്കിൽ ഞാൻ സുധീനെ കൂട്ടിപ്പോ. അവനാണെങ്കിൽ ഒരു കലാകാരനുമാണല്ലോ. അത് നല്ലൊരു തീരുമാനം. താങ്ക് യു. ഈനാമ്പേച്ചിക്ക് മരപ്പട്ടി കൂട്ട്. അധികം വേണ്ടാ. കൊള്ളാല്ലേ? ഓക്കെ അല്ലേ? പ്രശ്നമില്ലല്ലോ. നമുക്ക് അവിടെ ചുറ്റിയിട്ട് അങ്ങനെ പോയി വന്നാലോ? നമസ്കാരം. എങ്ങനെയുണ്ട്? ഒരു കുഴപ്പമില്ല. ഏയ് ചേച്ചി, ഇയാള് മനസ്സിലായോ? അയ്യോ, പരിചയപ്പെടുത്താൻ മറന്നു. ഇത് സുധി, നമ്മുടെ പോളേട്ടന്റെ സ്പേസിലേക്ക് വന്ന. ഹായ്. സുധീനെ എങ്ങനെ അറിയാ? അയ്യോ മനുവേട്ടാ, ഇയാള് വലിയ ഫേമസ് യൂട്യൂബറാണ്. ആ ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ല. എന്റെ പുതിയ എപ്പിസോഡ് നാളെ വരുന്നുണ്ട്. സ്റ്റുഡൻസിനെ കങ്കാരു ചാട്ടം പഠിപ്പിക്കുന്ന ക്ലാസ്സാണ്. Really? ഒരു സെൽഫി എടുക്കാം. ഓക്കെ. താങ്ക് യു സോ മച്ച്. വെൽക്കം വെൽക്കം. മോനെ, അച്ഛൻ പോയി കഴിഞ്ഞാ പിന്നെ നീയേ ഉള്ളൂ. അച്ഛൻ എവിടേക്കാ പോണ്? ഒരച്ഛന്റെ സ്നേഹം ഞാൻ അനുഭവിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ. അതിന്റെ ഇടയിൽ എങ്ങോട്ട് പോവാൻ? നമുക്ക് പോവല്ലേ? ഹലോ ഹലോ.